ഹായ്, എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ അടങ്ങിയ എന്നാൽ കുറച്ച് മാത്രം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേക്ക് ബൗൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സ്റ്റേക്ക് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ റെസിപ്പി എയർ ഫ്രയറിൽ സ്റ്റേക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞ് നിങ്ങൾ റൈസ് ഉണ്ടാക്കണം. യെല്ലോ റൈസ് ആകാം, വൈറ്റ് റൈസ് ആകാം, സിലാൻഡ്രോ റൈസ് ആകാം, ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവോള, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു പാൻ ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ സവോളയും ബെൽ പെപ്പറും നമുക്ക് ഈ പാനിലേക്ക് ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടിട്ടിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് 1 അല്ലെങ്കിൽ 2 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, 1-2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലിഡ് മാറ്റി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ഇടണം. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ വീതം നമുക്ക് ചില്ലി പൗഡർ വേണം. പിന്നെ എല്ലാം 1/2 ടീസ്പൂണാണ് ഗാർലിക് പൗഡർ, പപ്രിക്ക പൗഡർ, ഒണിയൻ പൗഡർ. ഈ 4 പൗഡറുകൾ ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലായിടത്തും അത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് വേവിക്കുക. അത്രയും മതിയേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സൈഡ് റെഡി ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് അടച്ചു വെക്കുകയാണ് ജസ്റ്റ് 1 മിനിറ്റത്തേക്ക്. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മാറ്റി ഇളക്കി ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് കോൺ സാലഡാണ്. അതിനായി ഞാൻ 1 ക്യാൻ കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മുറി സവോളയും പിന്നെ കുറച്ച് മല്ലിയിലയും നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 1/2 നാരങ്ങ മുറി അതിൻ്റെ നീര്, പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു 2 നുള്ളു ഉപ്പ് അതോടിട്ട് നന്നായിട്ട് ഇളക്കി അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കോൺ സാലഡ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഗ്വാക്കമോളി ഉണ്ടാക്കണം. അതിനായി ഞാൻ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. അവക്കാഡോ 2ആയിട്ട് പൊളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് നന്നായിട്ട് നമുക്ക് എടുക്കണം. അതിന് ഈസി ആയിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് കോരിയെടുക്കാം. 2 സൈഡിൽ നിന്നും നമുക്ക് 2 പൊളപ്പുണ്ടല്ലോ, 2 ഇതിൽ നിന്നുമുള്ള പൾപ്പ് നമ്മൾ സ്പൂൺ വെച്ചെടുക്കണം. പൾപ്പ് എടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും പിന്നെ ഒരു 1/2 മുറി നാരങ്ങ നീര് ഒഴിക്കണം. പിന്നെ വളരെ കുറച്ച് സവോള കുഞ്ഞരിഞ്ഞതും പിന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഗ്വാക്കമോളി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ആദ്യം 1 കപ്പ് റൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം, അതെടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പ്രോട്ടീൻ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേക്കാണ്. ഹൈ പ്രോട്ടീൻ നമുക്ക് കിട്ടാനായിട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സൈഡ് ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പറും കൂടെ ഉണ്ടാക്കിയ ആ സൈഡ് ഐറ്റം എടുക്കുക. പിന്നെ കോൺ സാലഡ്, നമ്മളുണ്ടാക്കിയ കോൺ സാലഡ് ഒരു സൈഡിലേക്ക് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ബ്ലാക്ക് ബീൻസ് വേണം. ബ്ലാക്ക് ബീൻസ് ഞാൻ ക്യാനിലുള്ള ബ്ലാക്ക് ബീൻസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. വളരെ ഈസിയാണല്ലോ നമുക്ക്, അന്നേരം ഓൾറെഡി അത് കുക്ക്ഡ് ആണ്. അതൊരു 2-3 സ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് ചീസ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്, നല്ല ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഗോക്കമോളി, പിന്നെ കുറച്ച് സവർ ക്രീം. ഇത്രേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് സാൽസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ സ്റ്റേക്ക് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.